ഹലോ, മോൻ സ്കൂൾ വിട്ട് വരാറായി. അപ്പൊ ആ തിരക്കിലാണ് ഞാൻ. അടുക്കളയിൽ ഇതാ മോന് ഭക്ഷണം ഉണ്ടാക്കും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ രാവിലെ സ്കൂളൊക്കെ അവന്റെ ഒപ്പം പോയിണ്ടായിരുന്നു. സ്കൂളിലേക്ക് പോകേണ്ട കാര്യങ്ങളുണ്ടായിരുന്നു. അതുകൊണ്ട് ഇന്നിപ്പോ പണികളൊന്നും നടന്നിട്ടില്ല. കൊറേ പണികളുണ്ട്. ഇപ്പൊ അവന് മുട്ടക്കറിയും പിന്നെ രാവിലത്തെ മാവ് ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് ദോശയാണ് ഉണ്ടാക്കുന്നത്. നേരം വരുമ്പോഴേക്കും നല്ല വിശന്നിട്ടല്ലേ വരിക. അപ്പൊ ഞാനിങ്ങനെ രാവിലത്തെ മാവ് ഉണ്ടെങ്കിൽ ഇഡ്ഡലിയോ ദോശയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കുകയാണ് ചെയ്യാറ്. ചെറിയ കുട്ടിയാകുമ്പോ ചോറുണ്ടായിരുന്നു വന്ന ഉടനെ. പക്ഷെ ഇപ്പൊ വലുതായതിനു ശേഷം 8ാം ക്ലാസ്സിലായതിനു ശേഷം അവൻ ചോറുണ്ടില്ല. വന്നിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ വല്ല പലഹാരവും വേണം. പിന്നെ എന്താ പറയാ, എനിക്ക് നന്നായിരുന്നു എന്താ ചായ വെക്കുന്നുണ്ട്. അപ്പൊ ഇത് രാവിലത്തെ പാലാണ്. അപ്പൊ എനിക്ക് നന്നായിരുന്നു ഇതാ ചായ വെക്കാണ്. നല്ല മഴയാണ് കേട്ടോ ഇവിടെ. നാളെ ചിലപ്പോ ഇവിടെ പാലക്കാട് ജില്ലയിൽ സ്കൂൾ ഉണ്ടാവില്ല. ഭയങ്കര മഴ പറഞ്ഞാൽ ഭയങ്കര മഴയാണ്. ആകെ നനഞ്ഞിട്ടാണ് കുട്ടികളൊക്കെ ഇപ്പൊ വീട്ടിലേക്ക് വരിക, സ്കൂളിലേക്ക് പോകുമ്പോൾ. ഇന്ന് രാവിലെ സ്കൂളിൽ പോകുമ്പോഴൊക്കെ ഭയങ്കര മഴയായിരുന്നു. നനയെന്ന് വിചാരിച്ചു, പക്ഷെ കുഴപ്പമുണ്ടായില്ല. ചായ ഉണ്ട്. പിന്നെ 2-3 ദിവസം മുന്നേ ചക്കരക്കിഴങ്ങ് വാങ്ങിയായിരുന്നു. അപ്പൊ അതിന്റെ കുറച്ച് ബാക്കിയുണ്ട്. അപ്പൊ ആ ചക്കരക്കിഴങ്ങ് പുഴുങ്ങിയിട്ടുണ്ട്. ചായയും ചക്കരക്കിഴങ്ങും പുഴുങ്ങിയിരുന്നു. ചില സമയത്ത് ഞങ്ങള് ഒരു നേരത്തെ ഭക്ഷണമായിട്ടൊക്കെ ചക്കരക്കിഴങ്ങ് എടുക്കാറുണ്ട് കേട്ടോ. എന്താ പറയാ, ചക്കരക്കിഴങ്ങ് പറഞ്ഞാൽ അത്രയും നല്ലൊരു സാധനമാണ്. അതാ എന്റെ ചക്കരക്കിഴങ്ങ് പുഴുങ്ങിയത്. അപ്പൊ ഞാൻ എന്തെങ്കിലും കൂടി വൈകുന്നേരം രാത്രിയില് ചക്കരക്കിഴങ്ങ് പുഴുങ്ങിയതും ഉണ്ടാക്കും, പിന്നെ കട്ടൻ ചായ ഉണ്ടാക്കും. ആ മുട്ടക്കറി ഏകദേശം ആയിട്ടുണ്ട്. ചിലവര് ഈ മുട്ട കറിയൊക്കെ ആയതിനു ശേഷമൊക്കെ ഇടുന്നത് കാണാം. പക്ഷെ ഇവിടെ ഞങ്ങൾക്കൊന്നും അങ്ങനെ ഇഷ്ടമല്ല കേട്ടോ. ഞങ്ങക്ക് ഈ മുട്ട മസാലയിലൊക്കെ നന്നായിട്ട് പിടിക്കണം, എന്നാലാണ് മോനൊക്കെ കഴിക്കുള്ളൂ. മോന് മാത്രമല്ല, ഞങ്ങൾക്ക് എല്ലാവർക്കും അങ്ങനെയാണ്. അപ്പൊ ഞാൻ കറി ഏകദേശം ആയി തിളച്ച് റെഡി ആകുമ്പോഴേക്കും മുട്ട ഇതിലിടും. പിന്നെ ഈ മുട്ട ഇതില് വെറ്റിക്കുക ചെയ്യുക. കറി വെറ്റുമ്പോഴാണ് അല്ല അങ്ങനെയല്ല, കറി വെറ്റിക്കാൻ വേണ്ടി ഇടുമ്പോ തന്നെ മുട്ടയിടും. അപ്പൊ അത് കറി വെക്കുമ്പോഴേക്കും മുട്ടയിലൊക്കെ മസാല നന്നായിട്ട് പിടിച്ചിട്ടുണ്ടാവും. അങ്ങനെയാണ് ഞങ്ങൾ മുട്ടക്കറി ഉണ്ടാക്കുക. അപ്പൊ മുട്ടക്കറി ഏകദേശം ആയിട്ടുണ്ട്. അപ്പൊ ഞങ്ങളുടെ ഇന്നത്തെ വൈകുന്നേരത്തേന് സമയം ഇപ്പൊ ഒരു 4:30 ആവാറായിട്ട് ചക്കരക്കിഴങ്ങും ചായയും. അപ്പൊ അതൊക്കെയാണ് വിശേഷങ്ങള്. അപ്പൊ നാളെ കാണാം.